back to my YouTube channel. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, പിന്നെ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ ഡ്യൂട്ടിയിലാണെങ്കിലും കുറച്ച് അധികം ടൈറ്റ് ഷെഡ്യൂൾ പോലെ ആയിരുന്നു. എനിക്ക് പേഴ്സണലി അറിയുന്ന എൻ്റെ ഫ്രണ്ട്സും കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോയുടെ ലാഗ്, എന്താ ഇപ്പോൾ വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഇതാണ് കാരണം. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ വ്ളോഗാണ്. രാവിലെ തന്നെ നമ്മൾ നേരെ പോയത് ശരവണ ഭവനിലേക്കാണ്. പിന്നെ കുറേ ദിവസമായി വിചാരിക്കുന്നു ശരവണ ഭവനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു എന്തായാലും പോവാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ ലിറ്റിൽ ഇന്ത്യയിൽ ശരവണ ഭവനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നാട്ടിൽ ഇങ്ങനത്തെ കുറേ വെജ് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കോമളവിലാസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും നല്ല ഫുഡാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ശരവണ ഭവനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നതാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് മിനി ഇഡ്ഡലി സാമ്പാർ, ഈ മിനി ഇഡ്ഡലി, പിന്നെ ഒരു ഈ മസാല ദോശ, പിന്നെ ഡ്രിങ്ക്സുമാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇവിടുത്തെ ശരവണ ഭവനിലേക്ക് ഞാൻ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെയുണ്ട്. ഞാൻ കുറച്ചധികം എക്സ്പെക്റ്റ് ചെയ്യുന്നു. കുറച്ചധികം നോർമലി നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിയും കുറച്ച് കോസ്റ്റ്ലി ആണ് ഇടാം. അപ്പം നമുക്ക് നോക്കാം അത് ആ പൈസേൻ്റെത് ഉണ്ടോ എന്ന് നോക്കാം. ഇത് മസാല പൂരിയാണ്. താങ്ക് യു. ഇത് ഈ മസാല ദോശ, ആവി പറക്കുന്നുണ്ട്. ഇത് മസാല പൂരി. ഇത് നമ്മളെ ഗീ മിനി ഇഡ്ഡലി. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ഓർഡർ ചെയ്യണമെന്ന്. കാരണം എനിക്ക് മസാല ദോശയും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇഡ്ഡലിയും ഇഷ്ടമാണ്. പിന്നെ കുറേ ദിവസമായി മസാല ദോശ കഴിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കോമളവിലാസിൽ പിന്നെ ഇതുപോലെ മിനി ഇഡ്ഡലി കിട്ടാറുണ്ട്. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിനി ഇഡ്ഡലി തന്നെയാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴെല്ലാം പറയുന്നുണ്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് വാങ്ങിച്ചതായിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ചില നേരത്തെ അതങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നും അത് പറയായിരുന്നു എന്ന്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ വന്നിട്ട് ഞാൻ ശ്രീ ദോശയാണ് പറഞ്ഞിട്ടുണ്ടായത്. അവൻ്റെ ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എന്താ പറയുക, എനിക്കിപ്പോൾ കോമളവിലാസിലത്തെ ഫുഡ് അത്ര വലിയ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഹൈപ്പിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഹെയർ കട്ട് ചെയ്യാനും ഇവന് ഹെയർ കട്ട് ചെയ്യാനും, പിന്നെ ഞാൻ രാവിലെ ആയതുകൊണ്ട് തിരക്കില്ലാത്തത് കൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യാനും കൂടി പോയി. ഞാൻ നോർമലി അങ്ങനെ ത്രെഡ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ മാത്രമാണ്. പക്ഷേ ഇന്ന് രാവിലെ വന്നതുകൊണ്ട് തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ത്രെഡൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് സെറാങ്കോണിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ മുടിയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ലിറ്റിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ നേരെ സെറാങ്കോണിൽ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് ഷോപ്പിലൊക്കെ പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഉച്ചക്കുള്ള ഫുഡും കഴിച്ചിട്ട് ഇത് സമയം നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം 3-3:30 അങ്ങാമറ്റം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. നമ്മൾ നേരത്തെ H&Mൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. H&Mൽ ഗേൾസിന് പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സ് പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു നല്ല കളക്ഷൻസ് പോലും ഇല്ല. എപ്പോഴെങ്കിലും പോയാൽ മാത്രമേ അവിടെ കളക്ഷൻസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവലില്ല. അങ്ങനെ നമ്മൾ പക്ഷേ ബോയ്സിന് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബോയ്സിന് നല്ല ടീഷർട്ട്സ് ആണെങ്കിലും ഷർട്ട്സ് ആണെങ്കിലും എല്ലാം നല്ല കളക്ഷൻസ് ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷേ എപ്പം എല്ലാ മാസവും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇപ്പോൾ ടൈം ഏകദേശം 4:30
4:30 ഇനിയിപ്പം പോയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ എന്താ പറയുക, നാളെ ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ നാളെ വർക്കിന് പോകേണ്ട കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാനുണ്ട്. കേസ് ഇതാരാ വരുന്നതെന്ന് നോക്കൂ. അങ്ങനെ ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് എത്തി. ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി. നാളെ ഇപ്പോൾ വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം, പിന്നെ എന്താ വർക്കിന് പോകണം. പിന്നെ അടുത്ത ആഴ്ച മൊത്തം പിന്നെ എനിക്ക് ഫുൾ ഡേ സൺഡേ വരെ ഡ്യൂട്ടി ഉണ്ട്. ഐ മീൻ ഫ്രൈഡേ വരെ ഡ്യൂട്ടിയും സാറ്റർഡേ സൺഡേ വരെ കോൺഫറൻസ് ഉള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പോകണം. അങ്ങനെ റൂമിലെത്തി ഞാൻ. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് രാവിലെ പോയതല്ലേ, ഭയങ്കര ക്ഷീണം. ഇനിയിപ്പം പറഞ്ഞപ്പോൾ രാത്രിയാവും, പിന്നെ നാളെ വീണ്ടും ഡ്യൂട്ടിക്ക് പോകാൻ. അങ്ങനെ ഞാൻ മെല്ലെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പം പോകുന്നത് എബീൻ്റെയും കിഷോറിൻ്റെയും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്, പെർഫ്യൂമിൻ്റെ. അപ്പോൾ നമ്മൾ പെർഫ്യൂം വാങ്ങാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഇത് ഹലോ റൈഡിൻ്റെ സൈക്കിളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ യതീൻ്റെ അവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളത്. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ബസ്സിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഉണ്ടാവും. 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തും. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തായാലും സൈക്കിൾ ഔട്ടി പോകാമെന്ന്. അങ്ങനെ സൈക്കിൾ ഔട്ടി നേരെ അവരുടെ അടുത്തേക്ക് പോവാന്ന്. അവർ പുതുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് നേരെ ഇതിപ്പം പുങ്കോളാണ്, നമ്മൾ സെങ്കാങ്ങിലേക്ക് ഇപ്പോൾ സൈക്കിൾ ചവിട്ടി പോവാന്ന്. മറ്റേ യതീൻ്റെയും കിഷോറിൻ്റെയും പുതിയ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെർഫ്യൂമിൻ്റെ. അവരുടെ പെർഫ്യൂമിൻ്റെ പേര് ഫ്യൂം ഹബ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ മറ്റേ പെർഫ്യൂം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് ദിവസമായി അവരെല്ലാം കണ്ടിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും, പിന്നെ ഇപ്പോൾ ഈവനിങ് ആയി, അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒന്ന് സൈക്കിളൊക്കെ ചവിട്ടി ഒന്ന് പോയി വരാമെന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാന്ന്. അപ്പോൾ ഞാൻ പോയിട്ട് അവിടുന്ന് അവരുടെ പെർഫ്യൂമിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ എന്താ പറയുക കാണിച്ചു തരാം. അവരെ ഞാൻ ഇനി മുന്നേ അവരെ ട്രയൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സിന് അവർ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പെർഫ്യൂമാണ്, ഐ മീൻ നല്ല സ്മെല്ലാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ അത് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിൽക്കുവാണ്. നമ്മളെ ഫ്ലാറ്റിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഹലോ റൈഡ് സൈക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ നമ്മൾ നടന്നു പോയി വേറെ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ സൈക്കിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവരെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടോ. ഇതാണ് അവരുടെ പെർഫ്യൂമിൻ്റെ പേര്, ഫ്യൂം ഹബ്ബ് എന്നാണ്. എല്ലാം അടിപൊളി കളക്ഷൻസാണ്. നോക്കി, ഇതൊക്കെ അവരെ പെർഫ്യൂമിൻ്റെ കളക്ഷൻസാണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഇവർക്ക് എന്താ പറയുക, ഇവർ കസ്റ്റമൈസ് ചെയ്യും. നമ്മളെ ഐ മീൻ നെയിമൊക്കെ എഴുതിയിട്ടുള്ളത് ഇവരെ ചെയ്ത് തരും. അപ്പം ഞാൻ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളത് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് വന്നു. എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു. അങ്ങനെ ഞാനിതിൻ്റെ ഇവരുടെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ പറ്റുവാണെങ്കിൽ കൊടുക്കാം. അങ്ങനെ അവിടെ നിന്ന് ഒരു ഷേക്കൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിൽ തിരിച്ചു പോവാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ്.